പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എഫാത്ത കുടുംബം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വചനം പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളുടെ ജീവിതത്തിലേക്ക് വചനത്തിൻ്റെ അഭിഷേകം ലഭിക്കാനായിട്ടുള്ള തിരുവചനമാണ്. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചനോട് ചേർന്നും സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതൻ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് വചനത്തെ ഉദരത്തിൽ വഹിച്ച അമ്മ, വചനമാംസമായ ഈശോ ഇന്ന് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ച് തിരുവചനം പ്രസംഗിക്കാൻ, തിരുവചനം ധ്യാനിക്കാൻ, തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി ഒന്നിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ നാവിൻ്റെ അശുദ്ധിയെല്ലാം മാറ്റി ഈശോയുടെ വചനം നമ്മുടെ നാവിൽ ചേർത്ത് വെക്കാനായിട്ട്, നമ്മുടെ അധരത്തിൽ സ്പർശിക്കാനായിട്ട്, ഈശോയുടെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് നീളാനായിട്ട് ഈ വചനം ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ നാവിലേക്ക് ചേർത്ത് വെക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വചനമെടുത്ത് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. വീണ്ടും ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തടസ്സപ്പെട്ടു നിൽക്കുന്ന മേഖലകളെ എടുത്തു മാറ്റി ഈശോയുടെ വചനം സംസാരിക്കണമെങ്കിൽ, ഈശോയുടെ വചനം പ്രസംഗിക്കണമെങ്കിൽ, ഈശോയുടെ നാവ് പോലെ നമ്മുടെ നാവ് ആകണമെങ്കിൽ നമ്മുടെ നാവിൻ്റെ അശുദ്ധി മാറണം. ഈ അശുദ്ധി മാറാനായിട്ട് ഈ വചനത്തിലൂടെ ഈശോയെ വിലകെട്ടവ പറയാതെ ആവശ്യമില്ലാത്ത സംസാര രീതികൾ എൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റി നല്ല സംസാരം എന്നിലുണ്ടാകാനും സദ്വചനങ്ങൾ മാത്രം സംസാരിക്കാനും ഈശോ നിൻ്റെ നാവ് പോലെ ആകാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരണമേ. എൻ്റെ നാവിൻ്റെ സകല കെട്ടുകൾ അഴിച്ചു തരണമേ, സകല തിന്മകൾ നിർവീര്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായത്തിലെ 2-ാം തിരുവചനം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഈശോയുടെ നാവ് പോലെ നമ്മൾ ആകണമെങ്കിൽ ആത്മാവിൽ നമുക്ക് എളിമ വേണം, അനുതാപം ഉണ്ടായിരിക്കണം. ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകണം. ഈശോനോട് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിന്മ ചിന്തിക്കുമ്പോൾ അതിന് നോ പറഞ്ഞ് ഡോണ്ട് ടച്ച് പറഞ്ഞ് നമ്മളെ മാറ്റുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റണം. നമുക്ക് തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകളെടുത്ത് മാറ്റി ആത്മാവിൽ എളിമയുള്ള, നല്ല എളിമയുള്ള നമ്മൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആ തെറ്റിലേക്ക് വീണ്ടും ആവർത്തിക്കാതെ നന്മ നിറഞ്ഞ പാതയിലൂടെ പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വചനം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിന് 119-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ഈശോയുടെ കൽപ്പനയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളിൽ പ്രത്യാശ വെച്ചുകൊണ്ട് സത്യവചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം എടുത്തു കളയരുതേ. ആ സത്യത്തിൻ്റെ നിറവിൽ ഈശോ പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈശോയുടെ ആ ജീവൻ, ഈശോയുടെ തിരുവചനത്തോട് ചേർന്ന് വഴിയാകുന്ന ഈശോയെ ചേർത്ത് പിടിച്ച് സത്യവും സമാധാനവും സത്യസന്ധതയുള്ള നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വീണ്ടും സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 103-ാമത്തെ തിരുവചനം. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. ഈശോ പലപ്പോഴും പല മേഖലകളിലും സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ തിരുവചനം എടുക്കുമ്പോൾ സങ്കീർത്തനം 115-12 എന്നെ ആശ്വസിപ്പിക്കാറുണ്ട്. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള, എന്നെ ആലിംഗനം ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്നൊരു ബോധ്യം പലപ്പോഴും വചനത്തിലൂടെ തരാറുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഓരോ മേഖലകളിലും നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് ഈശോ ഓടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുവചനം നിങ്ങൾ ധ്യാനിക്കണം. ഓരോ വചനവും ധ്യാനിച്ച് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റണം. അനുതാപമുള്ള നല്ല ഹൃദയത്തിൻ്റെ ഉടമയായി ഈശോയെ എൻ്റെ നാവ്, ഈശോയുടെ നാവിനോട് ചേർത്ത് വെക്കുക. എൻ്റെ നാവിൻ്റെ അശുദ്ധി എടുത്ത് മാറ്റണമേ. ഇങ്ങനെ നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനത്തിൽ
ഓരോ നിമിഷവും തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 115:12 എന്നെക്കുറിച്ച് വിചാരമുള്ള ദൈവമേ, എന്നെ അനുഗ്രഹിക്കാൻ ആശീർവദിക്കാനും ആഗ്രഹിച്ചോടി വരുന്ന ദൈവമേ, ഈശോയുടെ ആ അനുഗ്രഹം എന്നിലേക്ക് കടന്നു വരാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന എൻ്റെ നാവിൻ്റെ അശുദ്ധി എടുത്ത് മാറ്റണമേ എന്ന് നമുക്ക് എന്നും പ്രാർത്ഥിക്കണം. നാവിൻ്റെ അശുദ്ധി എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. വചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അധരത്തിൽ നിറയാനായിട്ട്. ഇന്ന് നമ്മളൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. വചനം ഹൃദയത്തിൽ എങ്ങനെയാണ് സംഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. തിരുവചനം പ്രാർത്ഥിക്കാനും തിരുവചനം ഏറ്റെടുത്ത് ധ്യാനിക്കാനും വചനം പറയാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മൾ നല്ല നല്ല വചനത്തിലൂടെ, അതായത് വചനം കാണാതെ പഠിക്കാനുള്ള വചനം നിങ്ങൾ തിരുവചനത്തോട് ചേർത്ത് വെക്കാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഒരു 10 വചനമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഏത് സാഹചര്യത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി വചനത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. വചന മാംസം ധരിച്ച ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകണം. രക്തത്തിൽ പൊതിഞ്ഞ മേലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പൈശാചിക ശക്തി നമ്മളെ അലട്ടത്തില്ല, അസ്വസ്ഥപ്പെടുത്തത്തില്ല. ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, വചനം മാംസം ധരിച്ച ഈശോയെ, വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലും ഓരോ നിമിഷവും നൽകണമേ. ഞാൻ ധ്യാനിക്കുന്ന വചനങ്ങൾ എന്നിലും മാംസം ധരിച്ച് കൃപയുടെ സമൃദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മെ ഭരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വചനം നമ്മളെ നയിക്കുന്നത് കാണാൻ പറ്റും. ഓരോ വഴിയും സത്യം ജീവനുമാകുന്ന ദൈവത്തെ കണ്ടെത്താൻ പറ്റും. ഇന്ന് ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് ചേർന്ന് നിങ്ങൾ ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ. ആമേൻ.